PR ഏജൻസ് എങ്ങനെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ വോട്ടിംഗിൽ മാറ്റങ്ങൾ വരുത്തുക, അതുപോലെ തന്നെ ഇത്തരത്തിൽ വോട്ടിംഗ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഈ പറയുന്ന ഓഡിയൻസിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കമന്റ്സ് ആണ് ഇതൊക്കെ. അതായത് എത്തരത്തിലാണ് പ്രോപ്പറായിട്ട് വോട്ട് ചെയ്യുക, അങ്ങനെ PR ഏജൻസിന് ജസ്റ്റ് ഇവർക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് തയ്യാറാക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, അല്ലാതെ വോട്ടിംഗിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് വരാറുള്ള കുറച്ച് കമന്റ്സ് തന്നെ. ഈ പോയിന്റ്സ് എല്ലാം കവർ ചെയ്തുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ഉറപ്പായിട്ട് നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആപ്ലിക്കേഷൻ വഴി മാത്രമേ നിങ്ങൾക്ക് എന്നാലും വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ, അതായത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പല റിയാലിറ്റി ഷോസിൽ നമുക്ക് വേണമെങ്കിൽ SMS-ലൂടെ എല്ലാം വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഈ ഒരു ഷോനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ വഴി മാത്രമേ എന്തായാലും നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റ് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളത്. കാര്യം മെജോറിറ്റി ഓഫ് ഓഡിയൻസ്, ഈ പറയുന്ന ബിഗ് ബോസ് ഷോയുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഏഷ്യാനെറ്റ് ചാനലിലൂടെ കാണുന്നവരാണ്. അല്ലാതെ ഈ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയെ കാണുന്ന ആൾക്കാർ വളരെ കുറവ്. അതുകൊണ്ട് ഈ ഷോയുടെ മെജോറിറ്റി ഓഡിയൻസിനും ഇതിനകത്ത് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കുക. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇയാൾ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളല്ല, എന്നിട്ട് ഇയാൾ എങ്ങനെ എവിക്റ്റ് ആയി എന്നുള്ള രീതിയിൽ നമുക്കൊരു സംശയം തോന്നാറുണ്ട്. അതുപോലെ തന്നെ വളരെയധികം വീക്കായിട്ടുള്ള പല ആൾക്കാരും ഇപ്പോഴോട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവർക്ക് എങ്ങനെ ഇത്രയധികം നിൽക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇത്രയധികം വോട്ട് ലഭിക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ അത് ഈ പറയുന്ന കൂടുതൽ ആൾക്കാർക്കും വരാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഇത്തരം ജനസംഖ്യയിലാകെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആപ്ലിക്കേഷനൊക്കെ എന്തായാലും യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി. കാര്യം ഇത്തരത്തിൽ പല ആൾക്കാരും സംസാരിച്ചുള്ള ഒരു കാര്യം തന്നെയാണ്. കേരളം മാത്രമാണ് ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഒരു OTT പ്ലാറ്റ്ഫോമായിട്ട് കാണുന്നത് എന്നുള്ളൊരു കാര്യം. കാര്യം ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, അതുപോലത്തെ OTT പ്ലാറ്റ്ഫോംസും പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ആൾക്കാർ കൂടുതൽ ടെലഗ്രാം വഴിയാണ് ഡയറക്റ്റ് ആയിട്ട് എന്നാലും എടുക്കുന്നത്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നൊക്കെയാണ് എന്നാലും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാർ പർച്ചേസ് ചെയ്താൽ മാത്രം അതിലൂടെ എന്നാലും വോട്ട് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഷോയിൽ ഇപ്പോൾ ആരൊക്കെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ എവിക്റ്റ് ആയി പോയി എന്നുള്ള തീരുമാനമൊക്കെ ഈ പറയുന്ന വോട്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണെങ്കിൽ, അപ്പൊ ഈ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ അതുവഴി ആരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട് എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഈ പറയുന്ന ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന്റെ ഒരു താല്പര്യമല്ല അവിടെ എന്തെങ്കിലും നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. PR ഏജൻസിന് ഈ വോട്ടിംഗിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്രയധികം പേയ്മെന്റ് ഈ പറയുന്ന മത്സരാർത്ഥികളിൽ നിന്ന് മേടിക്കുന്ന സമയം അവർ ഉറപ്പായിട്ടും ഇത്രയധികം വോട്ടിങ്ങും മിനിമം ഈ പറയുന്ന ഒരു വീക്കിൽ അവർ ഗ്യാരണ്ടി ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും ഇവർ ഈ പറയുന്ന ഒരു കാശ് മേടിക്കുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ കുറച്ച് വീഡിയോസ് ഇടുന്നതോ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന് കാശ് കൊടുത്തിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല, ഇത്രയധികം വോട്ട് അവിടെ ഒരാഴ്ചയിൽ മിനിമം എത്തിയിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടിയും ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് ഉറപ്പായിട്ട് ഈ പറയുന്ന PR ഏജൻസി നല്ല കൊടുക്കും. സോ അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന നമ്മൾ വിചാരിക്കുന്ന പല മത്സരാർത്ഥികളും. അതായത് ഇവർ വളരെയധികം ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ള പല മത്സരാർത്ഥികളെക്കാളും വളരെയധികം മുന്നിൽ വരാൻ സാധ്യതയുള്ളവരാണല്ലോ, എന്നിട്ട് ഇവരെങ്ങനെ എവിക്റ്റ് ആയി എന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിന് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇതിനൊപ്പം തന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ PR ഏജൻസ് ആരുടെ PR ആണോ അവർക്ക് വേണ്ടി മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവരിപ്പോ നോമിനേഷനിൽ ഇല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികൾ നോക്കിയിട്ട് അതിനകത്തും ഈ പറയുന്ന PR ഏജൻസിന് താല്പര്യം തോന്നുന്നവർക്ക് വേണ്ടി അവരെന്തായാലും വോട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അതെങ്ങനെയാണ് വോട്ടിംഗ് നടക്കുന്നതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാനാണ് ഒരു PR ഏജന്റ് എങ്കിൽ, ഞാനാണ് ഈ പറയുന്ന എക്സ്ട്രാ വോട്ടിംഗ് ചെയ്യുന്ന ഒരാളെന്നെങ്കിൽ, ഞാനിപ്പോ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ എന്തായാലും കാശ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വോട്ട് ഉറപ്പായിട്ടും Aക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ A ഇത്തവണ വോട്ടിംഗിലില്ല, ഇത്തവണ നോമിനേഷനകത്തില്ല. അതേസമയം Bയും Cയും എന്ന് പറയുന്ന ഒരു രണ്ട് മത്സരാർത്ഥികളാണ് വേറെ ഉള്ളത്. അപ്പൊ ഈ B എന്ന് പറയുന്ന മത്സരാർത്ഥി വളരെയധികം മികച്ച ഒരു മത്സരാർത്ഥിയാണ്, നല്ല രീതിയിൽ വിജയ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി. ഒരുപക്ഷെ ഈ പറയുന്ന നമ്മളെ Aനെ പോലും കടത്തി വിട്ടിട്ട് B ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ Bക്ക് പകരം Cക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യാം. C എന്ന് പറഞ്ഞ മത്സരാർത്ഥി എന്ന് വെച്ചാൽ ഒട്ടും വിജയ സാധ്യതയൊന്നും ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ്. എത്രയൊക്കെ വന്നാലും അധികം മുന്നോട്ടൊന്നും ഈ പറയുന്ന C പോവില്ല. എന്തായാലും Cനേക്കാളും കടത്തി വിട്ട് നമ്മളുടെ A എന്ന് പറയുന്ന മത്സരാർത്ഥി, അതായത് നമ്മൾ ആരെയും കാശ് മേടിച്ചിരിക്കുന്ന ആ ഒരു A എന്തായാലും മുന്നിലേക്ക് ഈ പറയുന്ന Cയെയും കടത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്തായാലും ഉണ്ടെന്നുള്ളൊരു കോൺഫിഡന്റ് ഈ പറയുന്ന PR ഏജന്റ് ആയിട്ടുള്ള എനിക്കുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും Cക്ക് വോട്ട് ചെയ്യുള്ളൂ. കാര്യം C ഈ പറയുന്ന Bയെയും കടത്തിവെട്ടി മുന്നോട്ട് വരികയാണെങ്കിൽ, അതായത് Bക്ക് വോട്ടിംഗ് കുറഞ്ഞിട്ട് B എവിക്റ്റ് ആയി പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ Cയുടെ കാര്യം നോക്കണം. Cനേക്ക് എന്തായാലും കടത്തി വിട്ടിട്ട് A എന്തായാലും മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. PR ഏജന്റ് Bക്ക് പകരം Cക്ക് നല്ല രീതിയിൽ ഒരു വോട്ട് കൊടുത്ത് Cയെ പുഷ് ചെയ്ത് മാക്സിമം മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും എന്നാലും ചെയ്യുന്നത്. അത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ പറയുന്ന A ഈ പറയുന്ന നോമിനേഷനിൽ ഇല്ലാത്ത സമയത്തുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വോട്ടിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിന് ആദ്യമേ നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ബിഗ് ബോസ് ലൈവ് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ഈ ലൈവ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൽ താഴെ തന്നെ വോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്യേണ്ടത് അവരെ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ താഴെ കിടന്ന് ഡണ്ണിൽ ഒന്ന് കൊടുത്താൽ മാത്രം മതി. ഞാനതിൽ ഈ ആഴ്ച ഞാൻ അനീഷിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും അനീഷിന് തന്നെ വോട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആര്യന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഒണയിൽ സാബുവിന് വോട്ട് ചെയ്തിട്ടുണ്ട്, അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരാണ് ജയിക്കണമെന്ന് നമുക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അതായത് അവർ ചെയ്യുന്ന ഒരൊറ്റ ആക്ട് മതി നമുക്ക് അവരോടുള്ള ഒരു ഇമേജ് പൊളിയാനായിട്ട്. സോ അപ്പൊ നിലവിൽ എന്തായാലും ഇപ്പൊ അനീഷിന് വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് എന്തായാലും തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അനീഷിന് വോട്ട് ചെയ്തത്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.